ആരോപണങ്ങൾ തുടർക്കഥയാകുന്നതിനിടെ രാഹുലിന് സംരക്ഷണമൊരുക്കാൻ ഷാഫി പറമ്പിൽ പക്ഷം. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചാൽ DCCയിൽ കൂട്ടരാജി ഉണ്ടാകുമെന്നാണ് വെല്ലുവിളി. പാലക്കാട്ടെ ഷാഫി പറമ്പിൽ പക്ഷമാണ് രാഹുലിനൊപ്പം രാജിക്കൊരുങ്ങുന്നത്. ഇന്നലെ രാത്രി C. ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും രാഹുൽ വിവാദത്തിൽ വലിയ രീതിയിലുള്ള തമ്മിലടി ഇങ്ങനെ രൂക്ഷമാകുന്നുണ്ട്. നേതാക്കളൊക്കെ കൈവിട്ട സാഹചര്യത്തിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണം ഒരുക്കി ഷാഫി പറമ്പിൽ പക്ഷം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച തന്നെയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഈ കോൺഗ്രസിനകത്ത് പാലക്കാട് ഈ രണ്ട് അഭിപ്രായം തന്നെയാണ് രാഹുൽ വിഷയത്തിൽ ഉള്ളത്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം MP സുബ്രഹ്മണ്യൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ DCC ജനറൽ സെക്രട്ടറിയായ VK ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നവമാധ്യമങ്ങളിൽ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റായിട്ട് തന്നെ അവർ ഇട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം അവർ അത്തരത്തിൽ നവമാധ്യമങ്ങളിൽ തന്നെ കുറിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ മറ്റ് നിരവധി നേതാക്കൾക്ക് സമാന അഭിപ്രായം അവർ ഈ കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ പക്ഷം ഇതിൽ വെട്ടിലായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇപ്പോൾ പറയുന്നത് രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ DCC സ്ഥാനമാനങ്ങൾ രാജിവെക്കും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടെ 8ഓളം പാലക്കാട്ടെ ഷാഫി പക്ഷത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാണുന്നതിന് വേണ്ടി അടൂരിലെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് ഇത്തരം ഒരു കാര്യം തീരുമാനമായിരിക്കുന്നത് എന്നുള്ളതാണ്. രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ് ഈ ഷാഫി പറമ്പിൽ പക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നത് ഷാഫി പറമ്പിലാണ് രാഹുലിനെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്നത്. ഒപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പരിചയപ്പെടുത്തുന്നതും ഷാഫി പറമ്പിലാണ്. ഷാഫി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഷാഫി ഈ രാഹുലിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ രാഹുൽ ചെയ്ത പ്രവർത്തികളെ ഒന്നും യാതൊരു തരത്തിലും ഒന്നും പറയാതെ തൊടാതെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ സ്വീകരിച്ചത്. അതേ ഷാഫി പറമ്പിലിൻ്റെ അനുയായികളായ നിരവധി ആളുകൾ പാലക്കാടുണ്ട്. പാലക്കാട്ടെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഷാഫി പറമ്പിൽ പക്ഷം വലിയ രീതിയിൽ പിടിമുറക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നതിനിടെയാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം പാലക്കാട് ഒന്നില്ലെങ്കിൽ DCC പ്രസിഡന്റായ A. തങ്കപ്പൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള കഴിവുള്ള യുവ നേതാക്കളെ മത്സരിപ്പിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. ആ സമയത്ത് ഷാഫി പറമ്പിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഏത് വിധേനയും രാഹുലിനെ സംരക്ഷിക്കുക, രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഷാഫി പറമ്പിൽ പക്ഷത്തിൻ്റെ മുന്നിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ നിലവിൽ ഈ KC വേണുഗോപാൽ പക്ഷമാണെങ്കിലും അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ്റെ അനുയായികളാണെങ്കിലും ഒക്കെ രാഹുൽ വിഷയത്തിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും രാഹുൽ രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലും അതിനെ തള്ളിപ്പറയും. രാഹുൽ ചെയ്ത പ്രവർത്തികളെ പരസ്യമായിട്ട് ചിലർ തള്ളിപ്പറയുന്നു, ചിലർ രഹസ്യമായിട്ട് തള്ളിപ്പറയുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഷാഫി പറമ്പിൽ പക്ഷം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. ജില്ലയിൽ തന്നെ ഷാഫി പറമ്പിൽ പക്ഷം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. ആ പ്രതിരോധത്തെ മറികടക്കുന്നതിന് വേണ്ടി കൂടിയാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ തങ്ങൾ DCCയിലെ സ്ഥാനമാനങ്ങൾ രാജിവെക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിനകത്ത് വലിയ ഭിന്നതയും പൊട്ടിത്തെറിയും ഒക്കെ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും ജില്ലയിൽ നടക്കുന്നുണ്ട് BJPയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ. ശരി, അരുൺ ആലത്തൂറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.